എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡുവാണ്. വളരെ സിമ്പിളാണ്, അധികം ചേരുവകളുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡു ആട്ടോ. ഈ ഒരു സമയത്തൊക്കെ എല്ലാ വീടുകളിലും ചക്കക്കുരു ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ചക്കക്കുരു ലഡ്ഡു എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 30 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളുത്ത ആ തോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതിന് ശേഷം ഇനി കുഞ്ഞു കുഞ്ഞതായിട്ട് അരിയണം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റുക. അടുത്ത ഞാനിവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാവണ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിത് വേവിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ പച്ചവാസനയൊക്കെ പോയാൽ മാത്രമേ ഈ ലഡ്ഡു കഴിക്കാനായിട്ട് നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ വശവും നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കിയാൽ പൊട്ടണ ഒരു സ്റ്റേജ് വരും, അതുവരെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ, നമ്മളൊരു ചക്കക്കുരു ഇതങ്ങനെ എടുത്ത് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ അത് പൊട്ടണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം എന്ന് പറയണത്. അതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് ആറിക്കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 5 കാഷ്നട്ട്സ് മുഴുവനായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ശർക്കരയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ എന്താ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നി 1/4 കപ്പ് അരി കൂടെ നന്നായിട്ട് വറുത്ത് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു. നിങ്ങൾ ചെയ്യണ സമയത്ത് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. കൂടെ ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ലഡ്ഡു അടുത്ത ദിവസം കഴിക്കണതാണ് കൂടുതൽ സ്വാദ് കേട്ടോ. നമ്മുടെ അരിയുണ്ടയൊക്കെ അടുത്ത ദിവസം കഴിക്കുമ്പോഴാണല്ലോ കൂടുതൽ സ്വാദ് ഉണ്ടാവാറ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലാണ് ഉരുട്ടിയെടുത്തത് കേട്ടോ. ഇതിന്ന് ഏകദേശം എനിക്കൊരു 8 ലഡ്ഡുവോളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഈ സമയത്ത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.